ഹലോ! ഒരു യാത്ര പോകാൻ വരുന്നുണ്ടോ? അതും നമ്മുടെ സ്വന്തം വേമ്പനാട്ട് കായലിലൂടെ. എന്ത് രസാല്ലേ ആ ബോട്ട് ഇങ്ങനെ പതിയെ പതിയെ വരുന്നത് കാണാനായിട്ട്. യാത്ര ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിഫ്രഷ്മെന്റ് ആണെന്ന് കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നതെനിക്ക് സത്യമാണെന്ന് മനസ്സിലായത്. കുറച്ച് നാളുകളായിട്ട് എന്നെ തന്നെ ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും മടി പിടിച്ച് ഇരുന്നിരുന്നിരുന്നിരുന്ന് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് കാഞ്ഞിരമറ്റം പള്ളിയിലേക്ക് പോകാനുള്ള ഒരു അവസരം പെട്ടെന്ന് വന്നത്. ഒന്നും നോക്കിയില്ല, റെഡിയായി പോയി. തിരിച്ചു വരുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഫുട്ടേജസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ പൊതുവേ എനിക്ക് ബോട്ട് യാത്ര പേടിയാണ്. വെള്ളത്തിനോടുള്ള പേടി കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ യാത്ര അതൊരിക്കലും ഞാൻ മറക്കില്ല. അത്രയും സ്പെഷ്യലായിരുന്നു. ഈ ചേട്ടന്മാർ എത്ര ഈസി ആയിട്ടാണ് ബോട്ട് കരക്കടിപ്പിക്കുന്നതും അതുപോലെ തന്നെ യാത്രക്കാരെ പെട്ടെന്ന് കയറ്റുന്നതും യാത്രക്കാരെ ബോട്ടിൽ നിന്ന് ഇറക്കുന്നതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിട്ടോ. അവർക്കത് ഈസി ആയിരിക്കും. പക്ഷേ അവർ ചെയ്ത് ചെയ്ത് ഈസി ആയിരിക്കും. എനിക്കതൊരു വണ്ടറായിട്ട് തോന്നിയായിരുന്നു. അതാണ് ഞാൻ ഇത് ക്യാപ്ചർ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ ബോട്ട് സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൽ അവിടുത്തെ കലാകാരന്മാരായിരിക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് വോളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട, നൈസ് ആയിട്ടുണ്ട്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നടുക്കായലിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമാണ് ശരിക്കും വേമ്പനാട്ട് കായൽ കാണാനായിട്ട്. ഇന്നാണ് ഞാനിത് ശരിക്കും ആസ്വദിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇതിലിപ്പോൾ എന്താണ് കാണാനുള്ളതെന്ന്. ഓരോരുത്തരുടെയും സിറ്റുവേഷനും കാഴ്ചപ്പാടും എല്ലാം വ്യത്യാസമല്ലേ. ആ കാണുന്നതാണ് പെരുമ്പളം പാലം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് വേണം അതിലൂടെ ഒരു യാത്ര നടത്താനായിട്ട്. എന്തായാലും ഒരു 45 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ പാണാവള്ളി ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂത്തോട്ടയിൽ നിന്ന് പാണാവള്ളിക്ക് 45 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ ബോട്ടിൽ എല്ലാവരും ഇവിടെയാണ് ഇറങ്ങുന്നത്. ലാസ്റ്റ് ഫെറി സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.